ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിന്ധൂസ് കറി വേൾഡ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് നല്ല ചെമ്മീൻ അച്ചാറാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നന്നാക്കിയിട്ട് തന്നെ ഒരു 1/2 കിലോൻ്റെ അത്രയ്ക്ക് ഉണ്ടാവും ആ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ അത്രയ്ക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു വലിയ ടീസ്പൂൺ മുളക് പൊടി. ഇത് മൂന്നും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇതിങ്ങനെ ചെയ്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഇരിക്കട്ടെ. ചുരുങ്ങിയത് ഒരു 20 മിനിറ്റ് എങ്കിലും ഇരിക്കണം. അപ്പം ഇത് ഇരിക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസും ഒക്കെ തയ്യാറാക്കാം കേട്ടോ. ചെമ്മീൻ നന്നാക്കാൻ ഞാൻ ഇതിന് മുമ്പ് എൻ്റെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. ചെമ്മീൻ നന്നാക്കി കഴിയുമ്പോൾ നമ്മുടെ അതിൻ്റെ മുതുക്കത്ത് ഇവിടെ ഒരു നാര് കൂടി ഉണ്ടാവും, അതും കൂടെ കളയാനായിട്ടോ, അല്ലെങ്കിൽ കഴിക്കുമ്പോൾ നമുക്ക് വയറിന് സുഖം ഉണ്ടാവില്ല. അപ്പം അതും കൂടെ ചെയ്തോളാം. ഞാൻ ഇതിന് മുമ്പ് വേറെ ചെമ്മീൻ റോസ്റ്റ് അതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, കാണിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലിപ്പോൾ പറയാഞ്ഞത് എല്ലാവരും അങ്ങനെ ചെയ്തോളാം. അപ്പോൾ ഇതൊരു അരമണിക്കൂർ നേരം ഇതിലിങ്ങനെ ഇരിക്കട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കിയിട്ട് വരാം. അപ്പോൾ നമ്മളുടെ ചെമ്മീൻ നമ്മൾ ഉപ്പും മുളകും പറ്റാൻ വെച്ചിട്ട് ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഉണ്ടാക്കണേ കേട്ടോ. നമ്മൾ സാധാരണ അച്ചാറാണ് ഉണ്ടാക്കണേന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലാണ് ഉണ്ടാക്കുക. ഇതിപ്പോൾ ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണ് നല്ലത്. നല്ലെണ്ണയിൽ ഉണ്ടാക്കിയാൽ കുറേ ഇത് വരും, പക്ഷേ ചെമ്മീനിന് വെളിച്ചെണ്ണയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. അത് ഒന്ന് വറുത്തെടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് ചെമ്മീൻ ഒന്ന് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തിരിച്ച് മറിച്ചിട്ട് ഒരു 6-7 മിനിറ്റ് നമുക്ക് വറുത്തെടുക്കണം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വറുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളുടെ ചെമ്മീൻ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഞാൻ ഒരു 5-6 മിനിറ്റ് 7 മിനിറ്റിൻ്റെ അത്രയ്ക്ക് ഞാൻ വറുത്തിട്ടുണ്ട് കേട്ടോ, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. ഇനി നമുക്കിത് ഇടയ്ക്ക് ഇളക്കി കൊടുത്തിരുന്നു. എന്നിട്ട് നമുക്കിനി ഇത് കോരിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത സെറ്റ് ബാക്കി മുഴുവൻ ഇതുപോലെ വറുത്തെടുക്കാം കേട്ടോ. എണ്ണ ചൂടാവാൻ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി ഇതിവിടെ ഇനി ഇരിക്കട്ടെ. കുറച്ച് നേരം അനക്കണ്ട. അതിനുശേഷം നമുക്ക് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ അതൊന്ന് തിരിച്ചിടാം കേട്ടോ. അപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ ഇട്ട സെറ്റും ഏകദേശം വറുത്ത് മോരിയാറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷനോടെ എനേബിൾ ചെയ്തോളൂ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ചെമ്മീൻ്റെ ഇതും മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് കോരിയെടുക്കാം. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എണ്ണ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഈ തരികളൊക്കെ ഒന്ന് മാറ്റാം. ഞാനിപ്പോൾ അത് മാറ്റണമൊന്നുമില്ല, ഈ എണ്ണയിലേക്ക് തന്നെയാണ്. ഇനി നമുക്ക് കുറച്ച് കടുകും ബാക്കി സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണിൻ്റെ അത്രയ്ക്ക് ഞാൻ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം കൂട്ടി വെക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂണിൻ്റെ അത്രയ്ക്ക് തന്നെ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കടുക് പൊട്ടി കഴിഞ്ഞവരെ നമുക്ക് കാത്തിരിക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 2-3 പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തൊട വെളുത്തുള്ളി കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഞാനൊരു തൊട എടുത്തിട്ടുണ്ട്, നല്ല വലുതാണ്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്കിത് അരിഞ്ഞിടാം. ഞാനിത് അരിയുന്നില്ല, ചെറുതൊക്കെ ആയതുകൊണ്ട് തന്നെ മുഴുവനോടെയാണ് ഇട്ടേക്കുന്നത്. വേണമെങ്കിൽ നടു കീറിയിട്ട് എടുക്കട്ടെ. ഇനി ഇതിലേക്ക് ഒരു 2.5 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് എണ്ണ പോരാ, അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ വെളിച്ചെണ്ണയിലാണ് ചെമ്മീൻ വറുത്തെടുത്തത്. ഇതിപ്പോൾ 2 എണ്ണയും ഉണ്ട്. നല്ലെണ്ണയിലാകുമ്പോൾ കുറേ നാൾ കേടാവാതിരിക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി നല്ലോണം മൊരിഞ്ഞ് വരട്ടെ.
ഇതിപ്പോൾ അതായത് വെളിച്ചെണ്ണയും നല്ലെണ്ണയും കൂടെ മിക്സ് ആയതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ടും ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണിൻ്റെ അത്രയ്ക്ക്, നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ഇപ്പോഴും ഒരു 1/2 ടീസ്പൂണിൻ്റെ അത്രയ്ക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ നമുക്ക് കാശ്മീരി മുളക് പൊടി ഒരു 2 ടീസ്പൂൺ കൊടുത്തു കഴിഞ്ഞാൽ അച്ചാറിന് നല്ല കളർ കിട്ടും. അപ്പം ഞാൻ അത് ചേർക്കണില്ല, പകരം 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ് ചേർക്കുന്നത്. നമ്മൾ ഒരു ടീസ്പൂണിൻ്റെ അത്രയ്ക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി ഇപ്പോൾ ചേർക്കേണ്ടത്. 1 ടീസ്പൂണിൻ്റെ അത്രയ്ക്ക് നമ്മൾ നേരത്തെ ചെമ്മീൻ വറക്കുമ്പോഴും നമ്മൾ ചേർത്തിരുന്നു, പെരട്ടി വെച്ചപ്പോഴും ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തേക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3/4 കപ്പിൻ്റെ അത്രയ്ക്ക് വിനെഗർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം കേട്ടോ. ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഈ ഗ്രേവിയിലേക്ക് ഉപ്പിട്ടിട്ടില്ല, ചെമ്മീനിൽ മാത്രമാണ് ഉപ്പിട്ടിരിക്കുന്നത്. പിന്നെ ഈ ഗ്രേവിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കായംപൊടി ചേർത്ത് കൊടുക്കാം, അത് ഓപ്ഷനിലാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല, ഞാൻ ഉലുവ മാത്രമേ പൊട്ടിച്ചിട്ടുള്ളൂ. നമുക്ക് ഇതിലേക്ക് ഗ്രേവിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഉപ്പും പുളി എല്ലാം പാകമാണോ എന്ന്. ഇനിയിപ്പം ഞാൻ ഗ്രേവി നല്ലതുപോലെ തിളച്ചുകൊണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് 2 മിനിറ്റ് ചെമ്മീൻ ഈ അച്ചാർ ഗ്രേവിയിൽ ഒന്ന് ഇരുന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഗ്രേവി വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത് ഇരുന്ന് കുറുകും നല്ലതുപോലെ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പകർത്തി വെക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചെമ്മീൻ അച്ചാറോട് തയ്യാറായിട്ടുണ്ട്. ഈ ഗ്രേവി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഒരു ദിവസം ഇരിക്കുമ്പോൾ ആ ഗ്രേവി കുറുകി പാകമാവട്ടെ. എല്ലാം നല്ല പാകമായിട്ടുണ്ട്. ഈ ഗ്രേവി ഇങ്ങനെ വെള്ളം പോലെ നിൽക്കുന്നത് കൊണ്ട് ഒരു ദിവസം ഇരുന്നാൽ മതി. അപ്പോൾ ആ ചെമ്മീനിൽ നിന്ന് അതൊക്കെ ഇറങ്ങി നല്ല സൂപ്പർ ടേസ്റ്റി ചെമ്മീൻ അച്ചാറോട് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.